ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. പൊതുവെ എല്ലാവരും BYD എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമായിട്ടായിരിക്കും. പക്ഷേ ഇൻ്റർനാഷണലി അവർക്ക് വേറൊരു ടെക്നോളജിയും കൂടെ ഉണ്ട്, അതാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങൾ. DMI എന്നാണ് BYD ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ആ ഒരു ടെക്നോളജി അവരിപ്പോൾ ഇന്ത്യയിലേക്കും കൂടെ കൊണ്ടുവരുന്നതിനെ പറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവൻ്റ് ആയിരുന്നു ഇന്ന് നടന്ന്. ആൻഡ് അതിൻ്റെ അകത്ത് അവർ കൺഫേം ചെയ്ത സംഭവം ശരിക്കും അവർ ടീസ് ചെയ്ത സമയത്ത് വണ്ടി കാണിക്കുന്നതായിരുന്നു വിചാരിച്ചത്. പക്ഷേ ശരിക്കും ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ആൻഡ് നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത് ആൻഡ് ഏതൊക്കെ വണ്ടികളായിരിക്കും ഏകദേശം വരാൻ പോകുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. BYD CLU എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് കാണിച്ചത് ഈ ഇവൻറ്റിൽ. പക്ഷേ അഗൈൻ അത് ലോഞ്ച് സ്പെക്കാണോ എന്താണോ നമുക്കറിയില്ല. ആ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊന്നും അല്ല അവർ പറഞ്ഞത്. ജസ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇതിൻ്റെ പവർ ട്രെയിനിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. സോ നമുക്ക് എന്തായാലും എന്താണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ്, അതുപോലെ ഇതിൻ്റെ യൂസ് എന്താണ്, ഇത് ഏത് പ്രൈസ് ബ്രാക്കറ്റിലായിരിക്കും വരുന്നത്, ആരൊക്കെയാണ് ഇത് കൺസിഡർ ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ടെക്നോളജി അല്ല. കാരണം 2008 BYD DM എന്ന് പറഞ്ഞ ഇവരുടെ ഈ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ടെക്നോളജി കൊണ്ടുവന്നത്. അതുകൊണ്ട് അത്യാവശ്യം അവർക്ക് നല്ല എക്സ്പെർട്ടീസ് ഉണ്ട്. 2008 മുതൽ 2026 വരെ ഇവരിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു എക്സ്പെർട്ടീസ് ഉണ്ടെന്നുള്ള കാര്യം അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ നമുക്കിപ്പോൾ സെയിൽസിൻ്റെ കാര്യം എടുക്കാനാണെങ്കിലും 2025 BYDക്ക് 49.6% മാർക്കറ്റ് ഷെയർ ഇലക്ട്രിക് വാഹനങ്ങളുടെയും 50.4% മാർക്കറ്റ് ഷെയർ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളുടെ ആയിരുന്നു. അതായത് BYDയുടെ ടോട്ടൽ വണ്ടികൾ വിറ്റുള്ള സ്പ്ലിറ്റാണ് ഞാൻ പറഞ്ഞത്. 2.25 മില്യൺ ഇലക്ട്രിക് വാഹനങ്ങളും 2.28 മില്യൺ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളാണ് BYD ടോട്ടൽ വിറ്റത്. അത് മാത്രമല്ല അവർക്ക് മൊത്തത്തിൽ, അതായത് വേൾഡ് വൈഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഷെയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 35% പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങൾ വിൽക്കുന്നതും BYD ആണ് എന്നും അവർ പറയുന്നുണ്ട്. അവർ പറയുന്നില്ല, അതൊക്കെ പ്രോപ്പർ ഡാറ്റയാണ്. ഇപ്പോൾ ഇതിൻ്റെ 5th ജനറേഷൻ മോഡലാണ് ഉള്ളത്. 2024 5th ജനറേഷൻ മോഡൽ വന്ന്. അതിന് മുന്നേ 4 ജനറേഷൻസ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഓരോ കാലങ്ങളായിട്ട് പെർഫെക്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ടെക്നോളജി ആണിത്. ഇതിൻ്റെ അകത്തും നമുക്ക് മെയിനായിട്ട് ബാറ്ററി ഉണ്ട്, മോട്ടർ, അതായത് മോട്ടർ ജനറേറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന എഞ്ചിൻ ഉണ്ട്. എഞ്ചിൻ എന്ന് പറയുമ്പോൾ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ആൻഡ് അത് 4 സിലിണ്ടർ ആണ് വരുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ എഫിഷ്യൻസി ആണെങ്കിൽ പോലും BYD 43% മുകളിൽ തെർമൽ എഫിഷ്യൻസിന് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതും ഇത് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് തെർമലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് എന്നാണ് BYD അവകാശപ്പെടുന്നത്. അതും ആക്ച്വലി സത്യമായിരിക്കാം. കാരണം ബാക്കി നോർമലി വണ്ടികളുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഒരു 30 to 40% ഇടയിലൊക്കെ ആയിരിക്കും. ചില വാഹനങ്ങൾ, അതായത് ഹൈബ്രിഡ് വാഹനങ്ങളുടെയൊക്കെ എഞ്ചിൻസിൽ, ഇപ്പോൾ നിസാൻ്റെയൊക്കെ ഹൈബ്രിഡ് എഞ്ചിൻ ഏകദേശം 42% അടുത്ത് തെർമൽ എഫിഷ്യൻസി ഉണ്ട്. സോ അങ്ങനെയൊക്കെ കമ്പനികൾ അച്ചീവ് ചെയ്ത് വരുന്നുണ്ട്. അതിലേറ്റവും ഹയസ്റ്റ് എഫിഷ്യൻസി ഉള്ളത് ഇതിനാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നമുക്കിതിൻ്റെ ക്ലെയിംഡ് മൈലേജ് എഞ്ചിന് മാത്രം ഏകദേശം ഒരു 4.8 ലിറ്റർ പെർ 100 കിലോമീറ്റേഴ്സ് ആണ്. അതായത് 20.8 കിലോമീറ്റർ പെർ ലിറ്ററിനടുത്താണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അത് ആക്ച്വലി നല്ല എഫിഷ്യൻസി ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതും BYDയുടെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി തന്നെയാണ്. ഇനി അതല്ലാതെ നമ്മൾ ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ അവർ പറയുന്നത് ഇതിൻ്റെ ഏകദേശം 60 ലിറ്റേഴ്സിൻ്റെ അടുത്താണ് ഫ്യൂൽ ടാങ്ക് വരുന്നത്. ഒരു ഫുൾ ടാങ്കിൽ 1200 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തായിട്ട് ഈ വാഹനം ഓടും എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇത് ഹൈബ്രിഡ് മോഡിലാണ്. നമ്മൾ ബാറ്ററി ഫുള്ളി ചാർജ് ചെയ്തിരിക്കുമ്പോഴുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ ബാറ്ററി, അതായത് പ്യുവർ EV മോഡിലുള്ള ഇതിൻ്റെ റേഞ്ച് എടുക്കുകയാണെങ്കിലും റിയൽ ലൈഫിൽ ഏകദേശം ഒരു 70 to 120 ആണ് പറയുന്നത്. BYD ക്ലെയിം ചെയ്യുന്ന 200 കിലോമീറ്റേഴ്സിൻ്റെ അടുത്താണ്. അത്ര ഓടുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. ഇവർ ഇൻഫാക്ട് ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഈ വാഹനത്തിന് നല്ല, ഈ ഒരു ടെക്നോളജിയിൽ അവർ ക്ലെയിം ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഹൈ എഫിഷ്യൻസി ഫിഗേഴ്സാണ്. അതായത് 1.1 ലിറ്റർ പെർ 100 കിലോമീറ്റേഴ്സ് മുതൽ 1.9 ലിറ്റർ പെർ 100 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത്, അതായത് ഏകദേശം ഒരു 60 to 90 kmph അടുത്ത് വരെയൊക്കെ അവർ മാക്സിമം എഫിഷ്യൻസി ഇതിൻ്റെ ബാറ്ററി ഫുള്ളി ചാർജ് ആണ് എന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്നുണ്ട്. അത്രയൊന്നും എഫിഷ്യൻസി എന്തായാലും നമുക്കിവിടെ കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് അത് പറഞ്ഞേക്ക്. അതല്ലാതെ നോർമലി ഈ വാഹനത്തിന് ഏകദേശം ഒരു 25 to 30 അടുത്ത് വരെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് റിയലിസ്റ്റിക്കലി 22 ഒക്കെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുമായിരിക്കും. കാരണം ഇത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. ആൻഡ് ഈ ബാറ്ററി എപ്പോഴും നമ്മുടെ ഇതിനെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മോട്ടർ എപ്പോഴും ബാറ്ററി റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതായത് ആവശ്യമുള്ള സമയങ്ങളിൽ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ 3 ടെക്നോളജി അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്യുവർ EV മോഡിൽ വണ്ടി ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ സീരീസ് ഹൈബ്രിഡും അതുപോലെ പാരലൽ ഹൈബ്രിഡും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സീരീസ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ മോട്ടർ മാത്രം എഞ്ചിനെ ഡ്രൈവ് ചെയ്യുന്ന, എന്ന് വെച്ചാൽ മോട്ടർ മാത്രം വീൽസിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. സുസുക്കിന് വരുമ്പോൾ നമ്മുടെ 1.2 എഞ്ചിൻ വെച്ചിട്ട് വരുന്ന സീരീസ് ഹൈബ്രിഡ് ആയിരിക്കും. പിന്നെ പാരലൽ ഹൈബ്രിഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ എഞ്ചിൻ ഡയറക്റ്റ് വീൽസിനെ പവർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. സോ ഇത്രയും സംഭവങ്ങൾ പോസിബിൾ ആണ്. ഇതെല്ലാം വണ്ടി തന്നെ സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളായിട്ടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടിക്ക് എന്താണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്നത് അത് ആ രീതിയിലായിരിക്കും ഈ വാഹനം ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ടെക്നോളജിയുടെ ബേസിക്സ് എല്ലാം കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി വണ്ടിയിലേക്ക് പോകാം. സോ ഇവരിപ്പോൾ കാണിച്ചിരിക്കുന്നത് BYD CLU എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് BYD C-Line 6 എന്ന് പറഞ്ഞ പേരിലും ചില മാർക്കറ്റ്സിൽ വരുന്നുണ്ട്. നമുക്കിവിടെ ഓൾറെഡി C-Line 7 അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി അതിൻ്റെ താഴത്തായിട്ടായിരിക്കും അവർ വണ്ടി പ്ലേസ് ചെയ്യാൻ നമുക്ക് വിചാരിക്കാം. ഇനി ഇതിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ വണ്ടിയുടെ സൈസ് ഏകദേശം നമ്മുടെ മഹീന്ദ്രയുടെ XUV 90 ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്. അതായത് 4775 mm ആണ് ലെങ്ത് വരുന്നത്. 1890 mm വിഡ്ത്ത് വരുന്നുണ്ട്. അതുപോലെ 1670 mm ഹൈറ്റ് വരുന്നുണ്ട് ഇതിന്. പിന്നെ വീൽ ബേസ് ആണെങ്കിലും 2765 mm അടുത്താണ്.
അതുകൊണ്ട് ഡയമെൻഷൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം. നമുക്കിവിടെ പൊതുവേ BYDയുടെ വണ്ടികളൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ്. അങ്ങനെ ഭയങ്കര എടുത്ത് നിൽക്കുന്ന രീതിയിലൊന്നുമില്ല. 19 ഇഞ്ച് അലോയ് വീൽസ് ഒക്കെ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിൽ ഇവിടെയും യൂഷ്വലി ഇതിൻ്റെ BYD വണ്ടികൾ കിട്ടുന്ന എല്ലാ സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് 15.6 ഇഞ്ച് റൊട്ടേറ്റിംഗ് ഡിസ്പ്ലേ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്, ADAS വരുന്നുണ്ട്, വീഗൻ ലെതർ ഫിനിഷ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ബേസിക്കലി എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇതിനകത്ത് കുറവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് പോയിട്ട് ഒരുപാട് വിയേർഡായിട്ടൊന്നും ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടില്ല. വളരെ നോർമൽ ആയിട്ടുള്ള, എന്നാൽ അത്യാവശ്യം ഒരു ഒക്കെ ആയിട്ടുള്ള ആസ്പെക്ട്സ്. ഇപ്പോൾ ഫ്രണ്ടിലത്തെ നടുവിലത്തെ AC കണ്ടാൽ കുറച്ച് മൊത്തത്തിലൊരു പ്രീമിയം അപ്രോച്ച് തന്നെയാണ് അവർ ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിൽ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് കണ്ട് എന്തായാലും നമ്മൾ വിഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്കിതിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി സംസാരിക്കാം. ഞാൻ ഓൾറെഡി ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ കേസ് പറഞ്ഞിരുന്നു. അത് കൂടാതെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക് മോട്ടോഴ്സ് വരുന്നുണ്ട്. ഈ വണ്ടി ഇൻ്റർനാഷണലി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആൻഡ് ഓൾ വീൽ ഡ്രൈവ് കൺഫിഗറേഷനിലാണ് കിട്ടുന്നത്. ഇന്ത്യയിൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടി വരും. കാരണം അതൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിൽ ഏകദേശം ഒരു 210 ഹോഴ്സ് പവറിൻ്റെ അടുത്തും അതുപോലെ 300 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് വരുന്നത്. സീറോ ടോണിൻ്റെ ഏകദേശം ഒരു 8.5 സെക്കൻഡ്സ് ഒക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അത് ഭയങ്കര ഫാസ്റ്റ് ഒന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. ഇനി അതല്ല ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ അതിന് അത്യാവശ്യം പവർ ഉണ്ട്. 320 ഹോഴ്സ് പവറും 550 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് ഏകദേശം ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് സീറോ ടോൺ അവർ ക്ലെയിം ചെയ്യുന്ന 5.9 സെക്കൻഡ്സ് ആണ്. BYDയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇതിലും ഫാസ്റ്റർ ആണ്. കാരണം അത് 4.4 സെക്കൻഡ്സ് 4.5 സെക്കൻഡ്സ് ആ റേഞ്ചൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് അതിനൊക്കെ കുറച്ചുകൂടെ ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഇലക്ട്രിക് വാഹനമാകുമ്പോൾ പിന്നെ ചാർജ് ചെയ്യണം. ഇത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് ചാർജ് ചെയ്യണം. പക്ഷെ എന്നാലും നമുക്ക് ചാർജ് ചെയ്യാതെയും ഓടിക്കാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. PHEV അഥവാ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് തന്നെ ഇടുന്ന സംഭവങ്ങളാണ്. പക്ഷേ ബാറ്ററി സൈസ് ചെറുതായിരിക്കും. ഇതിനകത്ത് ഇൻ്റർനാഷണലി 2 ബാറ്ററി കൺഫിഗറേഷനാണ് വരുന്നത്. ഒരു 18.5 കിലോവാട്ടിൻ്റെ അടുത്ത് ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. പിന്നെ 26 കിലോവാട്ടിൻ്റെ അടുത്ത് സൈസുള്ള ഒരു ബാറ്ററി പാക്കും വരുന്നുണ്ട്. ഇതിലും ഏതാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ കാത്തിരുന്ന് കണ്ടു വരും. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 1200 കിലോമീറ്റേഴ്സിൻ്റെ ഒക്കെ റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അത് മിക്കവാറും 26 കിലോവാട്ടുള്ള മോഡൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആവാൻ സാധ്യതയുണ്ട്. സോ അത് നല്ലൊരു കൺഫിഗറേഷൻ ആയിരിക്കും ഇവിടെ. ഇപ്പോൾ നമ്മുടെ സീലിയോ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു വണ്ടിയാണ് അറ്റോ 2 DMI എന്ന് പറഞ്ഞ വാഹനം. ഇത് നമ്മുടെ അറ്റോ 3യുടെ താഴത്തായിട്ട് വരുന്നത്. അതായത് മിക്കവാറും BYDയുടെ എൻട്രി ലെവൽ വാഹനം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു വണ്ടി ആയിരിക്കണം. ഇതൊരു ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ വണ്ടിയുടെ സ്പെക്സും അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഇതിനകത്ത് സെയിം 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതൊരു 4.3 മീറ്റർ സൈസ് വരുന്നത്. ഏകദേശം നമ്മുടെ ക്രെറ്റയുടെ അകത്തുള്ളൊരു SUV ആണ്. ആൻഡ് ഇതിനകത്ത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാലും നമുക്ക് ബാറ്ററിയുടെ സൈസ് 18 കിലോവാട്ട് വരുന്നുള്ളൂ. പക്ഷേ എന്നാൽ നമുക്കൊരു 90 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ റിയൽ ലൈഫ് ഡ്രൈവിംഗ് റേഞ്ചും അതുപോലെ ഏകദേശം ഒരു 900 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ മാക്സിമം റേഞ്ചും ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇത് നല്ലൊരു വാഹനമായിരിക്കണം. നമുക്ക് 210 ഹോഴ്സ് പവറും അതുപോലെ സീറോ ടോണിൻ്റെ ഏകദേശം 7.5 സെക്കൻഡ്സിനടുത്തൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പം മൊത്തത്തിൽ നല്ലൊരു വണ്ടി ആയിരിക്കാം. നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസിംഗ് ആണ് ഇനി പറയേണ്ടത്. 2026 അവസാനമൊക്കെ ആകുമ്പോഴേ ഈ വാഹനങ്ങളെല്ലാം അവരിവിടെ ലോഞ്ച് ചെയ്യുള്ളൂ. അത് ഫസ്റ്റ് മിക്കവാറും സീലിയോ അല്ലെങ്കിൽ ഇവിടെ CLion 6 എന്നായിരിക്കും അവർ വിളിക്കാൻ പോകുന്നത്. പേരും അവർ കൺഫേം ചെയ്തിട്ടില്ല. സോ ആ വണ്ടി ആയിരിക്കണം ആദ്യം വരുന്നത്. അതിനുശേഷമായിരിക്കണം അവർ ഈ വണ്ടി ഇറക്കുള്ളൂ. ആൻഡ് ഈ 2 വാഹനങ്ങൾ ഇവിടെ CBU റൂട്ട് വഴി തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. കാരണം ഇതുവരെ അവരിവിടെ CBU റൂട്ട് വഴി മാത്രമേ വണ്ടികൾ ഇറക്കിയിട്ടുള്ളൂ. ഈവൻ CKD ആയിട്ട് പോലും വണ്ടികൾ ഇറക്കിയിട്ടില്ല. എന്നാലും പ്രൈസിംഗ് ഒന്നും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ CLion 7ൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 50 to 55 ലാക്സിനിടയിലാണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സോ അതിൻ്റെ താഴത്തായിട്ട് ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടി, അതായത് നമ്മുടെ CLion 6 അവർ ഇറക്കി കഴിഞ്ഞാൽ വളരെ നല്ലൊരു ചോയ്സ് ആയിരിക്കും. 40 to 45 ലാക്സ് അല്ലെങ്കിൽ മേ ബി 45 to 50 ലാക്സിനടുത്ത് ഇറക്കിയാലും വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം നമുക്ക് 50 ലാക്സിൽ കിട്ടുന്ന CLion 7ൻ്റെ എൻട്രി ലെവൽ വേരിയൻ്റ് ആണ്. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്ക് റിയർ വീൽ ഡ്രൈവ് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മുടെ CLion 6ന് ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് നമ്മുടെ ജെറ്റോർ T2 ബേസ്ഡ് ആയിട്ടുള്ള, അതും IDM എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് തന്നെയാണ്. അത് JSW ഗ്രൂപ്പ് ഇവിടെ റീബ്രാൻഡ് ചെയ്ത് ഇറക്കാൻ പോകുന്ന വേറൊരു ചൈനീസ് വണ്ടിയാണ്. അത് കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു ടൈം ലൈനിലൊക്കെ തന്നെ ആയിരിക്കും അതും വരുന്നത്. സോ അതും ഈ ഒരു സിമിലർ 50 ലാക്ക് പ്രൈസ് പോയിന്റിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ 2 വണ്ടികളും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവാം. പക്ഷേ ഈ വണ്ടി അറ്റോ 2 DMI ഇവിടെ നല്ലൊരു പ്രൈസിൽ ഇറക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടം പോലെ വിൽക്കാൻ പറ്റും. കാരണം പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ആ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് ഉണ്ടാവുകയില്ല. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ വാഹനങ്ങളെ പറ്റിയൊക്കെ അഭിപ്രായം എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ടാഗ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.